പ്രവർത്തിപ്പാകട്ടെ. ഒരു കാലത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ച പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാസമയത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഈ 2024 വർഷം ഒക്ടോബർ മാസം 6-ാം തീയതി ഞായറാഴ്ചയുടെ ഈ സന്ധ്യാസമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാൻ ഇങ്ങനൊരു സാവകാശം നമുക്ക് ലഭിച്ചതോടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിക്കുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 10 മാസവും അതിന് 6 ദിവസങ്ങളും കർത്താവ് ഞങ്ങളെയും ഉള്ളം കയ്യിൽ വഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാം വചനം പറയും പോലെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഈ മരുഭൂമി യാത്രയിൽ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്ന ഒരു സന്ധ്യാസമയം ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ ചില വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ സാവകാശം ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, ബലത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാരണം നല്ല ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു. ഞങ്ങൾ കുടുംബമായി ഈ ദേശത്ത് ആദ്യമായിട്ടാണ്. എൻ്റെ ഭാര്യ വീട് തിരുവല്ലയാണ്. എൻ്റെ സ്വദേശം ആലുവയാണ്. എന്നാൽ ഈ ഭാഗത്ത് തിരുവല്ല ആണെങ്കിൽ തന്നെ ഈ ഭാഗത്ത് ഞങ്ങൾ വരുന്ന വഴിക്ക് രീജസ് പറയാറുണ്ട്, ഭാര്യ പറയാറുണ്ട്, ഈ ഭാഗത്ത് ഉൾപ്രദേശങ്ങൾ വന്നിട്ടില്ല. കാരണം ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് ഇവിടെ ഉൾപ്രദേശം വരേണ്ട ആവശ്യം ഇല്ല. സ്തോത്രം. എന്നാൽ സുവിശേഷ വേലയുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഉൾപ്രദേശങ്ങളിൽ വരുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന കർത്താദാസനായ സ്തോത്രം ചെയ്യുന്ന പേര് അറിയില്ല, ഭവിഷ്യനോർത്ത് സ്തോത്രം ചെയ്ത് കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ പോലെ ഈ വീടിൻ്റെ ഉടമസ്ഥനായ ദേവദാസൻ കുടുംബത്തെയും അവരായിരിക്കുന്ന സ്ഥാനത്ത്, ദേശത്ത്, ജില്ലയിൽ, ഗ്രാമത്തിൽ, പട്ടണത്തിൽ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് അവരുടെ വേല കർത്താവ് വർദ്ധിപ്പിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വടക്കേ ഇന്ത്യയിൽ ആണ് വേല എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം എൻ്റെ ഉള്ളത്തിലുണ്ടായി. എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ. ആരെങ്കിലും വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു, അല്ല വടക്കൻ കേരളത്തിൽ 7 മലബാറിലെ ജില്ലയിലായിരിക്കുന്ന കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എന്നീ ജില്ലകളൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെയുള്ള മാന്യത താല്പര്യം ഞാൻ കൊടുക്കുന്നത്. എല്ലാവരും ഒരുപോലെ മാനിക്കാറുണ്ട്, ആദരിക്കുന്നുണ്ട്. എങ്കിലും മനസ്സിൽ അല്പം കൂടി ഒരു പ്രയാസം അല്ലെങ്കിൽ അല്പം കൂടി ഒരു വില കൊടുത്തിട്ടാണ് ആ പ്രദേശം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്നും കൊണ്ടാണ്. പക്ഷേ ഇവിടെ 9 മാസമായിട്ട് ഈ തെക്കേമേലിൽ ഞങ്ങൾ വന്ന് കുടുംബമായിട്ട് താമസിക്കുന്നു. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് എൻ്റെ വിചാരം എല്ലാം തെറ്റിപ്പോയി. മലബാറൊന്നും അല്ല. ഇവിടെ വെച്ച് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ശരിക്കും മരുഭൂമിയാണ്. ഞാൻ എൻ്റെ ഭാര്യ ഇടയ്ക്ക് കളിയാക്കും. കാരണം തെക്കോട്ട് വരുവാൻ എനിക്കൊരു തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. കാരണം ഇത് പെന്തക്കോസ്തിന് ആസ്ഥാനമാണല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് രാകേഷായ ഞാൻ എന്ത് ചെയ്യും, ശോഷമായ എൻ്റെ ഭാര്യ എന്ത് ചെയ്യാൻ അങ്ങനെ വർഷങ്ങളോളം 20 വർഷം മാറ്റി വെച്ച് അവസരങ്ങളുണ്ടായിരുന്നു. കാരണം തിരുവല്ല വീടായതുകൊണ്ട് വന്ന് 1-2 മീറ്റിംഗ് നടത്തി പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഒരു വേല ഒരിക്കലും ചിന്തിച്ച കർത്താവ് അതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്നെ ഓടിച്ചു. എൻ്റെ നാട്ടിൽ നിന്ന് കർത്താവ് എന്നെ ഓടിച്ചു. ദാവീദ് എന്നെ ഓടി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് ഇടയ്ക്ക് ഓടി, കർത്താവായിട്ട് ഓടിയില്ല. മറിയയുടെ വയറ്റിൽ കർത്താവ് ഇരിക്കുമ്പോൾ അവർ ഓടേണ്ടി വന്നു. സ്തോത്രം, അവർ ഓടേണ്ടി വന്നു. അപ്പോൾ അതും വചനം വായിച്ചപ്പോൾ ഞാൻ ചെന്ന് കർത്താവ് എന്തിനാണ് ഓടിയത്, ദാവീദ് തന്നെ ഓടിയത്. എന്നെ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്തിനാണ് അവരും ഓടിയത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാ ദൈവത്തിനും നല്ല ഉദ്ദേശങ്ങൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. നമുക്ക് ചിലപ്പോൾ ഒക്കെ കയ്പായി തോന്നും.
ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത്. സർവശക്തനായ ദൈവം, ആശ്വാസദായകൻ, നിത്യസ്നേഹദായകൻ ഒക്കെ പറയുന്ന ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ പ്രവർത്തിക്കുന്നത്, കയ്പായിട്ട് പ്രവർത്തിക്കുന്ന അനുഭവം. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഇന്നലെ അവിടെ സഭയിലെ ഉപാസ പ്രാർത്ഥനയിൽ ഓർപ്പിച്ച വചനം പറയുന്നത്, പ്രിയമുള്ളവർ, എനിക്ക് പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം 3:19 പറയും, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ പറയാണ്, ലബോദിക്ക 7ാമത്തെ സഭയായ ലബോദിക്ക സഭയോട് പറയുന്നു, എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ പ്രൈസ് ലോർഡ്, തനിക്ക് അപ്പോൾ പ്രിയമുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? ശാസനയുണ്ട്, നമുക്ക് ശിക്ഷയുണ്ട്. പക്ഷേ നമ്മുടെ ആ ശാസന കർത്താവ് തരുമ്പോൾ അത് നമുക്ക് ആശ്വാസവും ദായകനായി കൂടെ ഉണ്ട്. കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ എന്നാണ് വചനം പറയുന്നത്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എനിക്കും എൻ്റെ 18ാം വയസ്സിലാണ് CSI ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്ന് അത് ഞങ്ങൾക്ക് കുടുംബമായി സ്തോത്രം സ്നാനപ്പെടുവാൻ ഞാൻ രക്ഷിക്കപ്പെട്ട് 1991 ഏപ്രിൽ മാസം 19-ാം തീയതി ബാംഗ്ലൂർ വെച്ചാണ്. പിറ്റേ മാസം മെയ് മാസം 12-ാം തീയതി എനിക്ക് സ്നാനപ്പെടുവാൻ കർത്താവ് സൗഭാഗ്യം നൽകിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് കാണാൻ എൻ്റെ അമ്മ CSIക്കാരിയായ എൻ്റെ അമ്മ സ്തോത്രം 2 വർഷം കഴിഞ്ഞാൽ ഞാൻ ജനിക്കുന്നത്, അവർ വിവാഹം കഴിഞ്ഞ്. അപ്പോൾ ആ സമയത്ത് അമ്മ കുവൈറ്റിലായിരുന്നു. ആ സമയത്ത് അമ്മ സമർപ്പിച്ച സമർപ്പണമായി അവനെ, നീ എനിക്കൊരു മകനെ തന്നാൽ, സ്തോത്രം, ഹന്ന പ്രാർത്ഥിച്ച പോലെ തന്നെ മകളല്ല, കുഞ്ഞ് വേണമെന്നല്ല, മകനെ തന്നാൽ, മകൻ വേണം, തരികയാണെങ്കിൽ മകൻ വേണം, മകനെ തന്നാൽ CSL അച്ഛനാക്കാം. അന്നത്തെ കാഴ്ചപ്പാട് അത്രേ ഉള്ളൂ. പക്ഷേ ദൈവം അതല്ല, CSL അച്ഛനാകാൻ വേണ്ടിയല്ല, പെന്തക്കോസ്റ്റിലെ പാസ്റ്ററോ ഇവാഞ്ചലിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കർത്താവ്, ജീവിക്കാൻ വേണ്ടിയും മരിക്കാൻ വേണ്ടി കർത്താവ് വിളിച്ചതോത്ത് സ്തോത്രം ചെയ്യുന്നത്. അത് കുറച്ച് വൈകിയ മനസ്സിലാക്കി എങ്കിൽ തന്നെ അമ്മയ്ക്കും പിതാവിനും അതൊക്കെ കാണുവാൻ കർത്താവിന് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാരോട് ചേർന്ന്, അതായത് എൻ്റെ വയസ്സ് 52 വയസ്സ്, അത്രയും എൻ്റെ ആ വയസ്സിന് പഴക്കമുണ്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് കൃത്യമായി അറിയില്ല, വെളിപ്പാടും ദർശനമല്ല അല്ലെങ്കിൽ പ്രവചനമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ഒരു ചിന്തയിൽ നിങ്ങളൊക്കെ വെളുത്താൻ കൂടി കണ്ടിട്ട് സ്തോത്രം, എനിക്കും വെളുപ്പുണ്ട്. പ്രൈസ് ലോർഡ്. എന്നെ കാണും കൂടുതൽ പ്രായം എൻ്റെ അനിയനുണ്ട്, കാരണം മൊത്തം വെളുത്തതാണ്. കാരണം വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ട് പലയിടത്തും വടക്കേന്ത്യയിൽ അവർ രാജസ്ഥാനിൽ കുടുംബമായി ഏകൊരു അനിയനുള്ള അവനും കുടുംബമായി കർത്താവിൻ്റെ കൃപയിൽ അവിടുത്തെ വലിയ സഭയിൽ SS മാസ്റ്ററായി വേല ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാര്യ വീട്ടിൽ അവർ 4 മക്കളെ ഏറ്റവും ഇളയ മകളായിട്ട് ആയിരിക്കുന്നു. സ്തോത്രം. മറ്റ് മൂത്തവരിൽ ഒരാൾ, ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ മാത്രമേ ഉള്ളൂ വിശ്വാസമുള്ളത്. സ്തോത്രം. അവിടെയും പാപ്പയും മമ്മിയും കർത്താവിനെ ചേർക്കപ്പെട്ടു. സ്തോത്രം ചെയ്യുന്ന നടുക്കത്തെ 2 പേര് അവർ ഇപ്പോഴും മർത്തമേൽ നിൽക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ എൻ്റെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നാളിൽ തന്നെ, സ്നാനപ്പെടുന്ന മുമ്പേ അഭിഷേകം പ്രാപിച്ച കൃപയാൽ വന്ന, അതുകൊണ്ട് പക്ഷേ സ്നാനം ആവശ്യമെന്ന് മനസ്സിലാക്കി സ്നാനപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അന്ന് തന്നെ മെയ് മാസം 12-ാം തീയതി 1991 ഞാൻ സ്നാനപ്പെടുമ്പോൾ, എൻ്റെ സ്വദേശം ആൽവിയിൽ സ്നാനപ്പെടുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അന്ന് തന്നെ വേലയ്ക്ക് വേണ്ടി അതേ സമർപ്പിക്കാൻ മനസ്സുണ്ടായി, സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ 19 വയസ്സിൽ വളരെ പഠിക്കാൻ നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് എൻ്റെ പാസ്റ്റർ സമ്മതിച്ചില്ല. സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പറഞ്ഞു, ഇല്ല രാകേഷ് ഇപ്പം പഠിത്തം നിർത്താൻ, 18 വയസ്സ് എനിക്ക് കൂടുതൽ ഇഷ്ടംപോലെ ഇനി സമയം ഉണ്ട്. അതുകൊണ്ട് സ്വന്തം പോളിടെക്നിക്കിൽ കിട്ടി. പോളിക്ക് പോയി 3 മാസം പഠിച്ചുള്ളൂ. കാരണം പോകുന്ന ദിവസങ്ങളെല്ലാം സമരമാണ്. തൊട്ടടുത്ത് കളമശ്ശേരി ഫേമസ് പോളിടെക്നിക്കാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന പോളിടെക്നിക് അന്നും ഇന്നും. സോ അവിടെ കിട്ടി, കൃപയാൽ കിട്ടി, അത്രയും മാർക്ക് ഉണ്ടായതുകൊണ്ട് സ്തോത്രം. പക്ഷേ 3 മാസം പോയുള്ളൂ, എന്നും സമരം. കർത്താവ് ആ സമരങ്ങൾക്ക് ഭർത്തിനായി സ്തോത്രം ചെയ്യുന്നു. വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാനും വചനം പഠിക്കുവാനും എന്നെ പഠിപ്പിക്കാൻ എൻ്റെ അമ്മായി, എൻ്റെ ഡാഡിയുടെ പെങ്ങളും ഭർത്താവ് ഉണ്ടായിരുന്ന കുറച്ച് നാൾ അവർ കൂടെ ബാംഗ്ലൂരിൽ പോയി. സ്തോത്രം. പിറ്റേ വർഷം വന്നപ്പോൾ പൂർണ്ണ സമർപ്പത്തോടെ കർത്താവിനെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ബൈബിൾ സ്കൂളിൽ അതേ സ്തോത്രം സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറയട്ടെ, ബൈബിൾ സ്കൂളിൽ പോയി. അതിൻ്റെ 6ാം ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബൈബിൾ സ്കൂളിൽ വെച്ച് എനിക്ക് രോഗം പിടിച്ചു. സ്കിൻ അലർജിയുടെ രോഗം, ചൊറിച്ചൽ. സ്തോത്രം. എൻ്റെ അപ്പൻ എന്നെ വർഷങ്ങളോളം കളിയാക്കി വിളിച്ച കുഷ്ഠരോഗിയെന്ന്. അതുപോലെ ആയിരുന്നു, ശരിയാ. സ്തോത്രം. അതുപോലെ തന്നെ ആയിരുന്നു, കുഷ്ഠരോഗി പോലെ അളിഞ്ഞ അനുഭവം. യോബ് ചൊറിഞ്ഞുകൊണ്ട് നിന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പറയാൻ എന്തോ എളുപ്പമാണ്. സ്തോത്രം. യോബ് ഓട്ടുകഷ്ണമായിട്ട് ചൊരണ്ടി. സ്തോത്രം. ആ മനുഷ്യനെ ഇപ്പോൾ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചൊരണ്ടിയാനും പ്രശ്നമില്ല, അവിടെ എത്താൻ വേണ്ടി കർത്താവ് നമ്മൾ വിളിച്ചത്. സ്തോത്രം. ആ മോനെ കുറിച്ച് പറഞ്ഞു, അവനല്ല 20 വയസ്സുള്ളൂ, പക്ഷേ മാനസിക അസ്വസ്ഥ അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ. അതേസമയം ഹല്ലേലൂയ, കർത്താവ് അവനെയും സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് സൗഖ്യദായകൻ, അന്നും ഇന്നും സൗഖ്യദായകനാകുന്നു. പക്ഷേ സൗഖ്യം ലഭിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നാണ് വിഷയം. സൗഖ്യം ലഭിച്ചിട്ട് നമ്മൾ എന്ത്
ചെയ്യുന്നു. ഹല്ലേലൂയ. അബ്രഹാം സകലവും വിട്ടിട്ടാണ് ഇറങ്ങിയത് എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, അബ്രഹാം അതേ സാക്ഷ്യം ഇസാക്കിനോട് പറഞ്ഞു. ഇസാക്കും എല്ലാം വിട്ടിട്ട് തന്നെയാണ് കർത്താവിന് വേണ്ടി അത് വിശ്വാസം ഇറങ്ങി തിരിച്ചത്. ഇസാക്കും അതുപോലെ ആ സാക്ഷ്യം മക്കളോട് ഏശാവിനോടും യാക്കോബിനോടും പറഞ്ഞു. പക്ഷേ യാക്കോബ് മാത്രമേ അത് എടുത്തു. യാക്കോബ് സകലം വിട്ട് ഓടേണ്ടി വന്നു. കൈമുതലായിട്ടൊന്നും ഇല്ല. അപ്പൂപ്പന്മാരുടെ ഒന്നും അവർക്കില്ലായിരുന്നു. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അപ്പൂപ്പന്മാരുടെ അനുഗ്രഹം എന്താണ്? ഇപ്പോൾ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ലഭിച്ച കർത്താവ് നേരിട്ട് വന്ന് വിളിച്ചാൽ പോലും ആരും ഇറങ്ങൂല. എല്ലാം വിട്ട് നീ ഇറങ്ങാൻ പറഞ്ഞാൽ ആരും ഇറങ്ങൂല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് മത്തായിയുടെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന് 37-ാം വാക്യം എനിക്ക് വളരെ ദൈവാത്മനെ വീണ്ടും ഓർപ്പിച്ച് ഞാൻ എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. അവൻ സകലവും നന്നായി ചെയ്തു. അവൻ സകലവും നന്നായി ചെയ്തു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം ഏറ്റവും അവസാനത്തെ വാക്യം 37-ാം വാക്യം. ചെകിടനെ കേൾക്കുമാറാക്കുന്നു, ഊമനെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെല്ലാം വിസ്മയിച്ചു. അപ്പം അവൻ സകലവും നന്നായി ചെയ്തു, ഇന്നും ചെയ്യുന്നു. സ്തോത്രം. ചോദിച്ചാൽ മനസ്സിലായോ? ബൈബിൾ പറഞ്ഞ് അവൻ യേശു ക്രിസ്തു സകലവും നന്നായി ചെയ്യുന്നു. അപ്പോൾ ആ 20 വയസ്സിന് അനിൽ മോൻ എന്ത് സംഭവിച്ചു? അവന് വന്ന ആ പ്രയാസം അത് ദൈവം അറിയാതെയല്ല, ദൈവം അത് നന്നായി ചെയ്തു. സ്തോത്രം. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്ന് മമ്മി മരിച്ച സമയത്ത് മരിച്ചതിൻ്റെ 2ാം പക്കമാണ് ദൈവത്തിന് ആത്മാവ് ഈ വചനം നൽകിയത്. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ സ്തോത്രം പലരോടും സാക്ഷ്യം പറഞ്ഞ് എൻ്റെ തലമുറയെ കാണും. എൻ്റെ അമ്മ വെളിപ്പാടിൽ സ്വപ്നം കണ്ടതാണ് എൻ്റെ തലമുറയെ കയ്യിലെടുക്കുന്നത്. അമ്മ പക്ഷേ അന്നും ഞങ്ങൾക്ക് തലമുറയില്ല, ഇന്നുമില്ല. പക്ഷെ മമ്മിക്ക് അത് നിവൃത്തിയായില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ മമ്മിയുടെ വിശ്വാസം പോയില്ല. കർത്താവിൽ തന്നെ മമ്മി മരിച്ചു. ക്യാൻസർ രോഗിയായി തന്നെ മരിച്ചു. സ്തോത്രം. സൗഖ്യം പ്രാപിക്കുന്നുള്ള വിഷയം അല്ല, വിശ്വാസം നിൽക്കുന്നു എന്നാണ് വിഷയം. നീ വിശ്വാസം നിൽക്കുന്നു എന്ന് നിന്നെ തന്നെ ശോധന ചെയ്യുവിൻ എന്ന് പൗലോസ് 2 കൊരിന്ത്യർക്കത് ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ് യേശു അവൻ സകലവും നന്നായി ചെയ്യുന്നു. എന്താണ്? കുരുടരെ സ്തോത്രം അല്ലെങ്കിൽ കാണുമാറാക്കുന്നു. അപ്പോൾ കുരുടൻ എങ്ങനെ കുരുടനായത്? ദൈവത്തിന് പ്രവൃത്തി. സൗഖ്യമായത് വിഷയമല്ല, ദൈവം അവനെ കുരുടനായി ജനിപ്പിച്ചു. അത് ദൈവത്തിന് ഹിതം. അവിടെ സ്തോത്രം പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? അതാണ് വിഷയം. അതാണ് യഥാർത്ഥ ആരാധന. സ്തോത്രം. ചെവിയില്ലാത്തവൻ അവൻ കേൾക്കുമാറാക്കുന്നു. അവൻ എങ്ങനെ ചെകിടനായി? ദൈവം ചെയ്തു. സ്തോത്രം. കുറ്റമായിരിക്കും ദൈവത്തിന്, അത് കുറ്റമായിട്ടില്ല. പക്ഷെ കുറ്റമാണെങ്കിലും ഞാനും സമ്മതിക്കും, അതേ കർത്താവ് അത് ചെയ്തു. പക്ഷെ എന്താണ്? ഒരു സൗഖ്യം നൽകാൻ വേണ്ടിയാണ് കർത്താവ് ചെയ്തത്. അവൻ്റെ പ്രവൃത്തി സ്നേഹത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്തത്. മരുഭൂമിയുടെ അനുഭവത്തിലും അത് 40 ലക്ഷം ജനത്തെ 40 വർഷം ദൈവം സ്തോത്രം അവർക്ക് അത് മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി കുടിപ്പാനുള്ള വെള്ളം ഭക്ഷിപ്പാനുള്ള അപ്പവും നൽകിക്കൊണ്ട് അവരെ നടത്തി. അപ്പോൾ ദൈവത്തിന് സാധിക്കും. മരുഭൂമിയിലും 1ഉം 2ഉമല്ല 40 ലക്ഷം ജനത്തെ 1ഉം 2ഉം വർഷമല്ല 40 വർഷം നടത്തി. സ്തോത്രം. അതാണ് ദൈവസ്നേഹം. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന ഏത് അവസ്ഥയിലും പൗലോസ് പറയുന്നത് ഹല്ലേലൂയ. അത് എൻ്റെ ഭാര്യ ആ കാര്യം ഓർപ്പിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അതേ ഈ പ്രായത്തിലും സ്തോത്രം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാവിലത്തെ ആരാധന നമുക്ക് മതിയാ അല്ലേ? മതിയാ സ്തോത്രം. അത്യാവശ്യം നമ്മൾ ആരാധിച്ചു. പക്ഷെ വീണ്ടും ഒരു ആരാധന ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്തോത്രം. ഇങ്ങനെ വേണം ഇത്രയും നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ വല്ലപ്പള്ളി ഇവിടെ കവിയൂരിൽ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? അത് തെക്കേമല വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന്. സ്തോത്രം. വടക്കേന്ത്യയിലും മലബാറിലൊക്കെ ഇഷ്ടം പോലെ അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുന്നും മലയൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്തോത്രം. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിച്ച് വരും. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ സമർപ്പണം, നിങ്ങളുടെ വിശ്വാസം. പൗലോസ് പറയും ലേഖനത്തിൽ പറയും, ഞാൻ ആ ഭാഗം മറന്നുപോയി. റോമലേഖനം 16-ാം അധ്യായം 9-ാം വാക്യമാണോ എന്ന് ഉറപ്പില്ല. നിങ്ങളുടെ വിശ്വാസം പരക്കെ പ്രസിദ്ധമായി. നിങ്ങളുടെ വിശ്വാസം പരക്കെ പ്രസിദ്ധമായി. ഈ കാര്യം ഞാൻ ഇന്ന് പോകുന്നിടത്തൊക്കെ പറയാൻ എനിക്ക് ബാധ്യത ഉണ്ട്. എന്ത്? ഈ കൊച്ചു കൂട്ടായ്മയുടെ വിശ്വാസം വലിയ ഇവിടെ തീയിറക്കിയതോ ഇവിടെ വലിയ ആരെങ്കിലും മരിച്ചത് ഉയർപ്പിച്ചല്ല വിഷയം. അതല്ല പറയുന്നത്. ആ സഭ, റോമ സഭ അല്ലെങ്കിൽ റോമയിലുള്ള സഭ, അവരുടെ വിശ്വാസം ലോകമെമ്പാടും പ്രസിദ്ധമായി.
പൗലോസ് പോകുന്നിടത്തൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ശിഷ്യന്മാരോ വിശ്വാസികൾ പോകുന്നിടത്തൊക്കെ പറഞ്ഞു അവിടെ അത്ഭുതം നടന്നില്ല പറയുന്നത്, അവർ ഇന്നും വിശ്വാസം നിൽക്കുന്നു. അവിടെ അല്പവിശ്വാസം ദൈവം വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. ആരുമില്ലെങ്കിൽ ഇത്രയുള്ള കൂട്ടമുള്ള 10 പേരുണ്ടല്ലോ, 10 പേർ നിമിത്തം അവർ കർത്താവിനെ ആരാധിച്ചു. ഏതാ കർത്താവിനെ? ഹല്ലേലൂയ. പള്ളികൾ വിട്ടു വന്നവരാ നമ്മൾ, അമ്പലങ്ങൾ വിട്ടു വന്നവരാ നമ്മൾ. സ്തോത്രം. വലിയ കൂട്ടങ്ങൾ വിട്ടിട്ട് ചെറിയ കൂട്ടത്തിലും സർവശക്തനായ ദൈവം ഇറങ്ങി വരുന്നു എന്നുള്ള വിശ്വാസം കൊണ്ടും ആ ഓർപ്പും കൊണ്ടും നാം അത് ഇന്ന് പകലും അനുഭവിച്ചു, നമ്മുടെ വലിയ പള്ളികൾ അനുഭവിച്ചു. ഇന്ന് വൈകിട്ട് ഈ കൊച്ചു കൂട്ടായ്മ ഈ അതേ ഷീറ്റിനടിയിലും നമ്മുടെ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങിവന്ന് അവൻ അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ അത്ഭുതം? നാം ഇവിടെ പ്രാർത്ഥിച്ച നിമിഷം മുതൽ അവിടെ പാട്ടുകൾ പാടിയത് അല്ലെങ്കിൽ മനുഷ്യരാരും കേട്ടില്ലെങ്കിലും ഇവിടുത്തെ ജീവജന്തുക്കൾ കേട്ടു, പക്ഷികൾ കേട്ടു. സ്തോത്രം. അതുകൊണ്ട് പാസ്റ്റർ എന്താ നമുക്ക് ഗുണം? 10 രൂപ കിട്ടൂലല്ലോ, 100 രൂപ കിട്ടുമോ? ഇല്ല. പാസ്റ്റർ വണ്ടിക്കൂലി കിട്ടുമോ? ഇല്ല. അത് തരുവാൻ ദൈവം ശക്തനാകുന്നു. അത് എവിടെയെങ്കിലും ദൈവം തരും. സ്തോത്രം. ഈ മൃഗങ്ങളെ, ഈ ജീവജം ദൈവം സൃഷ്ടിച്ച സൃഷ്ടി അവർ സുവിശേഷം കേൾക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ അത് നിമിത്തം നാം അവിടെയും വിശ്വസരാകുമ്പോൾ അവർ ദൈവത്തെ അവരുടെ രീതിയിൽ ആരാധിക്കുമ്പോൾ നമുക്ക് ഇന്ന് അതേ ആത്മാവിലും സത്യത്തിലും നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ഒരു സാവകാശം ലഭിച്ചല്ലോ. അത് കർത്താവ് മാനിക്കുന്ന ദൈവമാകിയ സ്തോത്രം. കർത്താവ് ഈ ദിവസങ്ങൾ നമ്മളെ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുന്ന ടീം വർക്കിന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതേ പ്രവർത്തനങ്ങളെ യത്നങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ശൂന്യതയിലും അതേ പണിയുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. അവൻ പണിയുന്ന ദൈവമാകുന്നു. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ സകലത്തെയും സൃഷ്ടിച്ച ദൈവമെങ്കിൽ ദൈവിക ഉദ്ദേശം ഹല്ലേലൂയ ദൈവദാസനെ ഓർപ്പിച്ചതെങ്കിൽ അല്പം അതെ കേട്ടപ്പോൾ സ്തോത്രം. ദൈവദാസന ഭവനമാണല്ലോ, ശൂന്യമായി കിടക്കാൻ പാടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങളിവിടെ വരുന്നത്. അതിന് ദൈവസന്ധി നീതിയുടെ കാര്യമാണ്. ദൈവസന്ധി മനുഷ്യൻ കേൾക്കുമ്പോൾ ചോദിക്കും, ഓ വേറൊരു പണിയും ഇല്ലേ? സഭയിൽ പറഞ്ഞാലോ അവരും പറയും നിങ്ങൾക്കൊന്നും വേറെ പണി, പിന്നെ പ്രായമായാലും കുഴപ്പമില്ല, വേറെ പണിയില്ലാത്തതുകൊണ്ട് പോകാം. പക്ഷെ അതല്ല സ്തോത്രം. വേറൊരു പണി ഇല്ലാത്തതുകൊണ്ടല്ല, അല്ലെങ്കിൽ ആത്മഭാരം, ഒരു ആത്മഭാരമുണ്ട്. സ്തോത്രം. സ്തോത്രം. ആത്മഭാരമുള്ളതുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ആരെയും കാണാതെ തന്നെ ഒരു ആത്മഭാരം. ഇന്നല്ല നാളല്ല ഇനി ആര് വന്നില്ലെങ്കിലും സ്തോത്രം അതേ പ്രാർത്ഥന എൻ്റെ കർത്താവിനെ ആരാധിപ്പാൻ എനിക്ക് ചെലവ്. ദാവീദ് രാജാവ് പറയാണ്, ചെലവ് ചെയ്യാതെ ഞാൻ ദൈവത്തെ ആരാധിക്കില്ലെന്ന്. ചെലവ് ചെയ്തു. സമയത്തിന് ചെലവും ആരോഗ്യത്തിന് ചെലവും പണത്തിന് ചെലവും എല്ലാം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓർത്ത് ദൈവത്തെ സ്തുതിയും. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ കൂടി വയ്ക്കുന്ന സഭകളെയും നിങ്ങളുടെ ഈ ടീം വർക്കിനെയും അതായത് യേശു ക്രിസ്തു നാമത്തിൽ ഒരു ദൈവദാസൻ എന്ന പദവിയോടെ ഞാൻ ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും കൂടുതൽ ജനങ്ങൾ നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ പ്രായത്തിലുള്ളവരല്ല, ഉപരിയായി യൗവനക്കാർ നിങ്ങളോട് കൂടെ ചേർന്ന അനുഭവം കർത്താവ് നൽകട്ടെ. യൗവനക്കാർ അവരുടെ സമയങ്ങൾ ഇപ്പോൾ അത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അത് കൂർക്കം വെച്ച് ഈ സന്ധ്യാസമയം ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവർ, TV കണ്ടുകൊണ്ടിരിക്കുന്നവർ, മറ്റുള്ള ലോകകാര്യം ഇടപെടുന്ന നമ്മുടെ വിശ്വാസികൾ അവരെ ആ ചിന്താകളെ മാറ്റി വരുന്ന ദിവസങ്ങളും ദൈവാത്മാവ് അനേകരെ ഉണർത്തി നിങ്ങളോടൊപ്പം ആത്മാവിനും സത്യത്തിലും ആരാധിപ്പാൻ അതേ ഓരോ കൂട്ടത്തെ കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം നൽകിയ ദേവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് നമ്മുടെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എനിക്ക് ദൈവാത്മാവ് എല്ലാവരുടെയും സാക്ഷ്യം കേട്ടില്ലേ? അത് കേൾക്കാറുണ്ട്. ഈ ഇരിക്കുന്ന പേഴ്സണലായിട്ട് സാക്ഷ്യം അവരെങ്ങനെ യേശുവിനെ കണ്ട് അവരെങ്ങനെ യേശുവിനോട് നിൽക്കുന്നു. എല്ലാവരും നമ്മളെ നാളം മാത്രം കുശായിട്ടാണ് നമുക്ക് കൊടുക്കുന്നത്. കർത്താവിന്റെ സന്തോഷം കൊടുക്കുന്നുണ്ട്. രോഗങ്ങളെയും ദുഃഖങ്ങളെയും തലമുറകളെയും വീഴും